അപ്പോൾ നമുക്കിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പപ്പടം മുളകിട്ടത് തയ്യാറാക്കിയാലോ. ഇതൊരു വലിയ റെസിപ്പി ഒന്നുമല്ല കേട്ടോ, നമ്മളെല്ലാവരും പലപ്പോഴും വീട്ടിൽ ചെയ്യുന്നതാണ്. കഞ്ഞിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും, പ്രത്യേകിച്ച് നമ്മൾ കറികൾക്കൊക്കെ ഷോർട്ടേജ് വരുമ്പോഴും അതുപോലെ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടുള്ളൊരു പപ്പടം മുളകിട്ടത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. ഒരു 5-6 പപ്പടമാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കണം. ഇനി നമുക്കിത് വറുത്ത് കോരാം. നമ്മൾ സാധാരണ പപ്പടം വറുക്കുന്ന പോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് വറുത്തെടുക്കാം. ഇങ്ങനെ നമുക്ക് കീറി വെച്ചേക്കുന്ന അല്ലെങ്കിൽ ചെറുതാക്കി മുറിച്ച് വെച്ചേക്കുന്ന പപ്പടം മുഴുവൻ വറുത്തെടുക്കാം. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കുന്ന പപ്പടത്തിന്റെ എണ്ണം കൂട്ടണം കേട്ടോ. അപ്പം നമ്മളിവിടെ ആവശ്യത്തിനുള്ള പപ്പടം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വേണം. ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഇടികല്ലിൽ ഇടിച്ചെടുക്കണം അല്ലെങ്കിൽ ചതച്ചെടുക്കണം. നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ ചുമന്നുള്ളിയും അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പപ്പടം കാച്ചിയ എണ്ണയുണ്ടല്ലോ, അത് ഒരുപാടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 2-3 ടീസ്പൂൺ ചട്ടിയിൽ വെച്ച് ബാക്കിയൊക്കെ മാറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞോട്ടെ, ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല, എന്നാലും ആ ഒരു പച്ചച്ചോയൊന്ന് മാറും. നമ്മൾ സാധാരണ ഉപ്പേരിക്കൊക്കെ മുളക് ഇടില്ലേ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കില്ലേ, അതുപോലെ. ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളകിടാം, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പൊടി മുളക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന പപ്പടം ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതായത് നമ്മൾ തയ്യാറാക്കിയ മുളകും പപ്പടം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പടം മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.